കുവൈറ്റിൽ തൊഴിൽ തട്ടിപ്പിനിരയായി കുടുങ്ങിയ തൃശൂർ സ്വദേശിക്ക് രക്ഷകനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മാനസികമായി പീഡനം നേരിട്ട വീട്ടമ്മ സരിത നാട്ടിൽ തിരിച്ചെത്തി. സുരേഷ് ഗോപിയുടെയും ഇന്ത്യൻ എംബസിയുടെയും സംയോജിതമായ ഇടപെടലാണ് സരിതയ്ക്ക് തുണയായത്. മാർച്ച് 25-നാണ് തൃശൂർ തൃക്കൂർ സ്വദേശിയായ വീട്ടമ്മ സരിത കുവൈത്തിലെത്തുന്നത്. വിവാഹമോചനവും തുടർന്നുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ തുടർന്നും വീട് നഷ്ടമായിരുന്നു. ഇതിൽ നിന്നെല്ലാം കരകയറാനായിരുന്നു പ്രവാസം. കുഞ്ഞിനെ നോക്കുകയെന്ന ജോലിക്കായാണ് എത്തിയതെങ്കിലും അൽമറായിയിലെ വീട്ടിൽ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനം. ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ പട്ടിണിക്കിട്ടു. ഉറങ്ങാൻ പരിമിതമായ സമയം മാത്രം നൽകി. അടിമയെ പോലെയാണ് പെരുമാറ്റം. വെടിവെച്ചു കൊല്ലുമെന്നും നാക്കരിയുമെന്നും ഭീഷണി. വംശീയ അധിക്ഷേപവും തുടർന്നു. 4 ഫ്ലോറുള്ള വീടാണത്. അപ്പോൾ 4ാമത്തെ ഫ്ലോറിലാണ് നമുക്ക് ജോലിക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം. ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങി 72 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷെ ഇറങ്ങി വരുന്നതിനുള്ളിൽ 5 മിനിറ്റാണ് സമയം കുളിക്കാനും താഴെത്താനും. 72 സ്റ്റെപ്പ് ഇറങ്ങി വന്നാലും വിയർക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം അവിടെ ഉണ്ട്. നോർമൽ മനുഷ്യനാണ്, ഞാൻ വിയർക്കും. പണിയെടുക്കുമ്പോൾ പ്രത്യേകിച്ച് വിയർക്കും. വിയർത്താൽ അപ്പോൾ കുളിക്കണം. പക്ഷെ കുളിക്കാനുള്ള സമയം ഇതാണ്. നമുക്ക് ആകെ കിട്ടുന്നത് 5 മിനിറ്റ്. അപ്പോൾ എനിക്കിത് 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഭക്ഷണം ഇല്ലാണ്ടായപ്പോൾ എനിക്ക് പറ്റാണ്ടായി. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, എനിക്കിവിടെ പറ്റുന്നില്ല മാഡം, എനിക്ക് തിരിച്ചു പോകണം. അപ്പോൾ മാഡം എനിക്ക് വേണ്ടി ചിലവാക്കിയ പൈസ എത്രയോ ഞാനത് തിരിച്ചു തരാം, എന്നെ വിടാൻ പറഞ്ഞു. വിടാൻ പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു, പിന്നെ വിടാനല്ല ഞങ്ങൾ കൊണ്ടുവന്നത്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന എനിക്ക് ഗാർബേജ് പോലെ യൂസ് ചെയ്യാനുള്ളൊരു ഡോങ്കിയാണ് ഞാൻ. അപ്പോൾ പിന്നെ എൻ്റെ ബാബ ഒരു അറിയാലോ ആർമിക്കാരനാണ്, ലൈസൻസ് ഉള്ള തോക്കുണ്ട്, അവിടെ എനിക്ക് കാണിച്ചു തന്നു. നിന്നെ ഷൂട്ട് ചെയ്ത് കൊന്നാലും ഇവിടെ ആരും ചോദിക്കാനില്ല. തിരിച്ചെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യണമെന്നുള്ള ഓപ്ഷൻ ഞാൻ ഇനി നിർത്തി, നിന്റെ നാവ് എരിഞ്ഞ് കളയും. അപ്പോഴും ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അന്നും ഇരുന്ന് കരഞ്ഞു. പിന്നെ ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ആൾ ഉപയോഗിക്കുന്ന ചപ്പലുണ്ട്, ആ ചപ്പലെടുത്ത് കൊണ്ടിട്ട് അടിച്ചില്ല, ഇവിടം വരെ എത്തി. അതായത് തിരിച്ചിനൊന്നും പറയാത്ത നിലയ്ക്ക് ആൾ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടു. ദുരനുഭവം നാട്ടിൽ സുഹൃത്തുക്കളെ അറിയിച്ചതോടെ കേന്ദ്രമന്ത്രിയും തൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. അതുവഴി എംബസിയിലേക്കും ഇടപെടലെത്തി. സാഹസികമായി പുറത്തിറങ്ങി എംബസിയിലെത്തുകയും വൈകാതെ തന്നെ നാട്ടിലേക്ക് മടക്കയാത്രയും സാധ്യമായി. കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടലില്ലായിരുന്നുവെങ്കിൽ ജീവനോടെ തിരിച്ചെത്തുമെന്ന് കരുതുന്നില്ലെന്നും സരിത പറയുന്നു. ഹെൽപ്പ് ചെയ്തത് ഇവിടുന്ന് പോയ സുരേഷ് ഗോപി സാറിന്റെ ഫോണായിരുന്നു. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്ത് വേണമെങ്കിലും ആ നേരത്തെ അവർക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ നമുക്ക് മെയിൽ അയക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആളുടെ ഓഫീസിൽ നിന്നാണ്, ആളുടെ PA. മെയിലൊക്കെ നമ്മൾ നേരത്തോടെ ചെന്നാൽ ആൾക്ക് എൻ്റെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനോ എന്തെങ്കിലും മോഷ്ടിച്ച് പോകുന്നു പറഞ്ഞു കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ആ മെയിൽ പോയതും ആളുടെ കോള് ചെന്നതും കാരണം ഞാനിപ്പോൾ ഇന്ന് എൻ്റെ മക്കളുടെ അടുത്ത് ജീവനോടെ വന്നിരിക്കുന്നത് ആ കോള് കൊണ്ടാണ്. സരിതയെ നിയമപരമായി കൊടുക്കാൻ കുവൈത്തിൽ ശ്രമം നടന്നുവെങ്കിലും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസ് സമയോചിതമായി നടത്തിയ തന്ത്രപരമായ ഇടപെടൽ വിജയം കാണുകയായിരുന്നു. ഏപ്രിൽ 9-ന് സരിത നാട്ടിൽ തിരിച്ചെത്തി. ജനം, തൃശൂർ.